السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 16-ാമത്തെ അധ്യായമായ സംസാരവുമായി ബന്ധപ്പെട്ട് ആ സംസാരം വർദ്ധിപ്പിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. നാവ് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അതിമഹത്തായ അനുഗ്രഹമാണ്. ആ നാവിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നത് പരിശുദ്ധ ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള പ്രമാണങ്ങളാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ദർസിൽ 16-ാമത്തെ അധ്യായത്തിലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തും അതുപോലെ ഷെയ്ഖ് എടുത്തു കൊടുത്ത ഹദീസിൻ്റെ ചില ഭാഗവുമാണ് നമ്മൾ വായിച്ചത്. ബാബുൻ മാ ജാഅ ഫീ കസ്റത്തിൽ കലാം, സംസാരാധിക്യം അഥവാ ധാരാളമായി സംസാരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്ന അലൈക്കും ലഹാഫിദീൻ. ഷെയ്ഖ് റഹിമഹുല്ല എടുത്തു കൊടുത്ത ആയത്ത് ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് ഒന്നുകൂടി വായിച്ചു പോകാം. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, വ ഇന്ന അലൈക്കും ലഹാഫിദീൻ, തീർച്ചയായും നിങ്ങൾക്കുമേൽ നിരീക്ഷകരായ ആളുകളുണ്ട്. കിറാമൻ കാതിബീൻ, ആദരണീയരായ മാന്യന്മാരായ എഴുത്തുകാർ അഥവാ അള്ളാഹുവിൻ്റെ മലക്കുകൾ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു. ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് നൽകിയിട്ടുള്ളത്. അതിനുശേഷം അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ് അദ്ദേഹം അവിടെ ഉദ്ധരിച്ചത്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാതി വവഅദൽ ബനാതി വമനഅൻ വഹാതി വകരിഹ ലക്കും ഖീല വഖാല വകസ്റത്തസ് സുആലി വഇളാഅത്തിൽ മാൽ. അഖ്റജാഹു. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുമേൽ ഹറാമാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ? ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ അഥവാ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ. വവഅദൽ ബനാത്ത്, പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചുമൂടൽ. വമനഅൻ വഹാത്ത്, അള്ളാഹു നിർബന്ധമാക്കിയതോ അല്ലാത്തതോ ആയ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചുവെക്കലും, തങ്ങൾക്ക് കിട്ടാനുള്ളത് ഇങ്ങോട്ടേക്ക് സ്വരുക്കൂട്ടി വെക്കലും. വകരിഹ ലക്കും ഖീല വഖാല, ഖീലയും ഖാലയും അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു, നിങ്ങളുടെ മേൽ വെറുത്തിരിക്കുന്നു. അഥവാ ഇന്നയാൾ ഇന്നത് പറഞ്ഞു, ഇങ്ങനെ പറയപ്പെട്ടു എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്തിരിക്കുന്നു. അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത്. ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകസ്റത്തസ് സുആൽ,
ധാരാളമായി ചോദ്യം ചോദിക്കൽ. കെസ്റത്തു സുആൽ എന്നത് പൊതുവെ ആക്ഷേപാർഹമാണ്. അഥവാ ധാരാളമായി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ധാരാളമായി ചോദ്യം ചോദിക്കുക എന്നത് ഒരുപക്ഷെ ഈ ആൾക്ക് ഉപകാരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക എന്നത് പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ഒരുപക്ഷെ അയാൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെയുള്ള ധാരാളമായി ചോദ്യം ചോദിക്കുക എന്നതിനെ അവിടുന്ന് വിലക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് വഹയ് ഇറങ്ങുന്ന കാലത്ത് അവിടുത്തെ ഒരു സംഭവം കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഫഖാല റജുലുൻ. അപ്പോൾ ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ? ഫസകത ഹത്താ ഖാലഹാ സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാതിരുന്നു. ഈ വ്യക്തി, ഈ സഹാബി 3 തവണ അതേപോലെ ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത് വലമസ്തതഅതും. അതേ എന്നാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി തീരും. എന്നാൽ അത് നിങ്ങൾക്കൊട്ട് സാധിക്കുകയും ഇല്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ദറൂനി മാ തറക്തുക്കും, നിങ്ങളെ ഞാൻ എങ്ങനെയാണോ വിട്ടത് അതേപോലെ നിങ്ങൾ എന്നെ വിട്ടേക്കുക. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസ്റത്തി സുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിച്ചുപോയത് അവരുടെ അധികരിച്ച ചോദ്യം കൊണ്ടാണ്. അതുപോലെ അമ്പിയാക്കളോടുള്ള അവരുടെ എതിരിടൽ കൊണ്ടും അമ്പിയാക്കളെ അനുസരിക്കാതിരിക്കൽ കൊണ്ടുമാണ് അവർ നശിച്ചു പോയത്. അപ്പോൾ നോക്കൂ, എങ്ങനെയാണോ നിങ്ങളെ നാം വിട്ടത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെടുത്ത് നിൽക്കുക, എല്ലാ വർഷവും ഹജ്ജ് വേണം, എല്ലാവരും ചെയ്യണം എന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ, പ്രത്യേകിച്ച് വേറെ ചില ഹദീസുകളിൽ കാണാം, നിങ്ങളിങ്ങനെ ചോദിച്ചാൽ ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് പ്രയാസമാകും, നിർബന്ധമാകും. ഈ ഹദീസിൽ തന്നെ വ്യക്തമായി അത് വന്നിട്ടുണ്ട്. അവിടുന്ന് എങ്ങാനും അതേ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി തീരും എന്നതാണ് പറഞ്ഞു വന്നത്. സഹോദരങ്ങളെ, ധാരാളമായി ചോദിക്കുക എന്നത് ശരിയല്ല. സംശയം ഉണ്ടാകും, സ്വാഭാവികമാണ്. പഠിക്കാനുള്ള വൈജ്ഞാനികമായ സംശയം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. യസ്അലൂനക അനിൽ അഹില്ല, ഓ നബിയെ, താങ്കളോട് ഹിലാലിനെ കുറിച്ച് അവർ ചോദിച്ചാൽ. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെക്കുറിച്ച് അവർ ചോദിച്ചാൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അവർ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള വൈജ്ഞാനികമായ ചോദ്യമുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. അല്ലാത്ത ചോദ്യങ്ങൾ വ്യക്തമായി ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഒരു ആയത്ത്, ഒരു ഹദീസ് സംശയത്തിന് ഇടയില്ലാത്ത രൂപത്തിൽ കൃത്യമായിരിക്കും, എന്നാലും അതിൽ നിന്ന് സംശയമുണ്ടാക്കി ചോദിക്കുന്നവരുണ്ട്. ഇതുപോലെ ഇമാം മാലിക് റഹിമഹുല്ലയുടെ സദസ്സിൽ വെച്ച് അർ-റഹ്മാനു അലൽ അർശിസ്തവ എന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. റഹ്മാനായ റബ്ബ് അർശിന് മീതെ ഇസ്തിവ ചെയ്തു. അപ്പോൾ ആ സദസ്സിലുള്ള ഒരാൾ ചോദിച്ചു, എങ്ങനെ? ആ ചോദ്യം ആക്ഷേപാർഹമായ ചോദ്യമാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല.
അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം. അതുപോലെ ദീനിൻ്റെ ഏത് വിഷയവും നമുക്ക് അറിയിച്ച് തരേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചില ആളുകൾ ചോദിച്ച് ഏതുവർ ചോദിക്കും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ച പഴത്തിൻ്റെ പേരെന്താണ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പഴം അതേത് പഴമാണ്, ഏത് മരമാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ. അത് യഥാർത്ഥത്തിൽ എന്താണ്? കെസ്റത്തു സുആലാണ്, അധികരിച്ച ചോദ്യങ്ങളാണ്. എപ്പോഴും അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ ശരിയല്ല. അത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരുപാട് ഉണ്ടാക്കി സംശയം ചോദിച്ചാൽ പ്രവർത്തിക്കാൻ സമയം കിട്ടൂല. നേരെ മറിച്ച് നമ്മളൊരു വിഷയം പഠിച്ചു, ഒരായത്തിൻ്റെ വ്യാഖ്യാനം, ഒരു ഹദീസിൽ നിന്ന് പഠിച്ച ഒരു മസ്അല, അത് പ്രാവർത്തികമാക്കിയാൽ അതിൽ അള്ളാഹു ബറക്കത്ത് നൽകും. അതല്ലാതെ ഉള്ള അധികരിച്ച ചോദ്യം ശരിയല്ല എന്നതാണ്. അതുപോലെ പണ്ഡിതന്മാർ കെസ്റത്തു സുആലിൻ്റെ ബാബിൽ മറ്റൊരു വിഷയം കൂടി പറഞ്ഞിട്ടുണ്ട്. ധാരാളമായി ആളുകളോട് സമ്പത്തിന് സാമ്പത്തികമായുള്ള ചോദ്യവും ഈ പരിധിയിൽ വരും. ആളുകളോട് സാമ്പത്തികമായി സഹായത്തിനുള്ള തേട്ടം, ചോദ്യം, അത് വർദ്ധിപ്പിക്കുക എന്നത് ആക്ഷേപാർഹമാണ്. ഈ പറഞ്ഞ കെസ്റത്തു സുആലിൽ വരും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ 3 വിഭാഗം ആളുകളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണിത്. കെസ്റത്തു സുആൽ, ധാരാളമായി ചോദിക്കുക എന്നതിൻ്റെ ബാബിൽ സാമ്പത്തികമായുള്ള ചോദ്യവും വിലക്കപ്പെട്ടിരിക്കുന്നു. 3 അവസരങ്ങൾ, 3 സന്ദർഭങ്ങൾ ഒഴികെ, അതല്ലെങ്കിൽ 3 വ്യക്തികൾ ഒഴികെ. അത് ഒരു ഹദീസിൽ വന്നതാണ്. ഒന്നാമത്തെ വ്യക്തി ജനങ്ങളുടെ വല്ല ആവശ്യവും ഒരാളെ ഏറ്റെടുത്തു. ജനങ്ങളുടെ ആവശ്യമാണ്, സ്വന്തം കാര്യമല്ല. ജനങ്ങളുടെ വല്ല ആവശ്യവും ഒരാൾ ഏറ്റെടുത്തു. അങ്ങനെ അയാൾക്ക് സാമ്പത്തികമായി പ്രതിസന്ധി വന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ചോദിക്കാം, അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കണം, അയാളെ സഹായിക്കണം. ഇപ്പോൾ മറ്റുള്ളവരുടെ വല്ല കാര്യവും, ഇപ്പോൾ രോഗവുമായി ബന്ധപ്പെട്ട കാര്യം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള നന്മകൾക്ക് ഒരാളത് ഏറ്റെടുത്തു, ഞാനത് കൈകാര്യം ചെയ്തോളാം. അതല്ലെങ്കിൽ 2 പേർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഒരാൾ ചുമതല ഏറ്റെടുത്തു. അപ്പം അതിനു വേണ്ടിയുള്ള സാമ്പത്തിക ചിലവ് സ്വന്തം കയ്യിൽ നിന്നെടുക്കാൻ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ചോദിക്കാം, അങ്ങനെയുള്ള ഒരാളെ സഹായിക്കണം, അയാൾ ഈ പരിധിയിൽ വരികയില്ല. രണ്ടാമത്തെ ഒരു വ്യക്തി, ഒരാളുടെ സമ്പത്ത് നശിച്ചുപോയി. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാമ്പത്തികമായ ആവശ്യമുണ്ടാകും. ഒരാൾക്ക് ജീവിക്കാനുള്ള ജോലിയും കൂലിയുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. എന്തെങ്കിലും പ്രയാസം കൊണ്ടോ രോഗം കൊണ്ടോ അതല്ലെങ്കിൽ വല്ല നാശനഷ്ടങ്ങൾ കൊണ്ടോ പെട്ടെന്ന് അയാൾ പാപ്പരായിപ്പോയി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പക്ഷേ ആളുകളോട് ചോദിക്കേണ്ടി വരും. അയാൾ ഇതിൽ നിന്ന് ഒഴിവാണ്. മൂന്നാമത്തെ ഒരു വ്യക്തി ദരിദ്രനാണ് എന്ന് പൊതുവെ അറിയപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആവശ്യത്തിന് അയാൾക്ക് ചോദിക്കാം. ഇങ്ങനെയുള്ള 3 വിഭാഗം ആളുകൾ, അതല്ലെങ്കിൽ 3 രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. അതല്ലാത്ത രൂപത്തിലുള്ള ചോദ്യം, വെറുതെ ആളുകളോട് സമ്പത്തിന് ചോദിക്കുക, വെറുതെ കടം വാങ്ങുക, വെറുതെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുക, അങ്ങനെയുള്ള ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യം തന്നെ ഒരു തൊഴിലാക്കി മാറ്റിയ ആളുകൾ, അത് ഈ പരിധിയിൽ വരും. പാടില്ലാത്തതാണ്, അല്ലാഹു തആല വെറുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇദാഅത്തുൽ മാൽ, അല്ലാഹു നമ്മുടെ കാര്യത്തിൽ വെറുക്കുന്നതാണ് സമ്പത്ത് പാഴാക്കി കളയുക എന്നുള്ളത്. ഇദാഅത്തുൽ മാൽ എന്നത് വളരെ ഗുരുതരമായ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് നൽകിയത്, അതല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പാണ്. സമ്പത്തില്ലാതെ, സാമ്പത്തികമായി കഴിവില്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാൻ സമ്പത്ത് ആവശ്യമാണ്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം, ഔദാര്യം അതൊരിക്കലും പാഴാക്കി കളയാൻ പാടുള്ളതല്ല. കാരണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നത് ചോദ്യമുള്ള കാര്യമാണ്.
നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നി ആദമ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ, അള്ളാഹുവിൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ഒരടിമയുടെ 2 കാലുകളും ഒന്നനക്കാൻ സാധിക്കുകയില്ല. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ഉംരിഹി ഫീമ അഫ്ന, ആയുസ്സിനെ കുറിച്ച്, വയസ്സിനെ കുറിച്ച് ചോദിക്കും. എന്തിലാണ് തീർത്ത് കളഞ്ഞത് എന്ന് ചോദിക്കും. വഅൻ ശബാബിഹി ഫീമ അബ്ല, യൗവനത്തെക്കുറിച്ച് ചോദിക്കും. എന്തിലാണ് തുലച്ച് കളഞ്ഞത്? നോക്കൂ നിങ്ങൾ, ആയുസ് മൊത്തത്തിൽ ചോദിക്കും, എന്നാൽ യൗവനം പ്രത്യേകം ചോദിക്കും. കാരണം എന്താ? യൗവനം എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടമാണ്. അത് ഒരാൾ നശിപ്പിക്കുക എന്നത് അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാര്യമാണ്. അയാൾ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും. വഅൻ മാലിഹി, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങോട്ടാണ് ചിലവഴിച്ചത്. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങളുണ്ട്. എൻ്റെതല്ലേ, എനിക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ്, നമ്മൾ പണ്ടും പണ്ടേ പണക്കാരാണ്, നമ്മുടെ പൂത്ത പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയത് എവിടുന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. കിട്ടിയത് മാത്രമല്ല, അതെങ്ങോട്ട് ചിലവഴിച്ചു എന്നതും കൂടി പറഞ്ഞു കൊടുക്കണം. വമാദ ആമില ഫീമ അലിം, നീ പഠിച്ചതിൽ നിന്ന് എന്ത് പ്രവർത്തിച്ചു എന്നും ചോദിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ, അതിനുത്തരം പറയാതെ 2 കാലുകൾ, നമ്മുടെ 2 കാലുകളും ഒന്ന് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ മഹത്തായ ഹദീസ് ഒരുപാട് ഗുണപാഠങ്ങൾ അടങ്ങിയിട്ടുള്ള ഹദീസാണ്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇവിടെ ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള കാരണം, അതിലെ പ്രധാനപ്പെട്ട നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ്? വകരിഹ ലക്കും ഖീല വഖാല, ഖാല ഖീലകൾ, അതിൻ്റെ പിന്നാലെ പോവുക, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുക, അതിൻ്റെ ആളുകളാവുക എന്നത് അള്ളാഹു വെറുത്തിരിക്കുന്നു എന്നതാണ് നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ട ഭാഗം. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ ഹദീസ് ഒരുപാട് വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരൽപ്പം വിശദീകരിച്ച് പോയത്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് ആ ഭാഗത്ത് മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹ്സനുക്കും അഖ്ലാഖാ വ ഇന്ന അബ്ഗളക്കും ഇലയ്യ വ അബ്അദക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അസ്സർസാറൂന അൽ മുതശദ്ദിഖൂന അൽ മുതഫൈഹിഖൂൻ ഹസ്സനഹു തിർമിദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, തീർച്ചയായും നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, വ അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും അടുത്ത് ഇരിക്കുന്ന ആളുകൾ, അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. വ ഇന്ന അബ്ഗളക്കും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആൾ, വ അബ്അദക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാനുമായി വളരെയധികം അകലം പാലിക്കുന്ന ആൾ, അസ്സർസാറൂൻ അൽ മുതശദ്ദിഖൂൻ അൽ മുതഫൈഹിഖൂൻ. ആ 3ഉം വിശദീകരിക്കേണ്ടതാണ്, വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ഹദീസ് നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത ഇതിൽ അറിയിക്കുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ സ്വഭാവം നന്നാക്കിയ ആളാണ്. സൽസ്വഭാവത്തിന് പരിശുദ്ധ ദീനിൽ വലിയ സ്ഥാനമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ
ഈ വിശേഷണം നൽകിയിട്ടുണ്ട്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് താങ്കൾ എന്ന വിശേഷണം നൽകിയിട്ടുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സൽസ്വഭാവികളെ അവിടുത്തേക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലെയല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്നത് വലിയ കാര്യമാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ലൈസ ശഅ്നു അൻ തുഹിബ്ബ ഇന്നമ ശഅ്നു അൻ തുഹബ്ബ. നീ ഒരാളെ ഇഷ്ടപ്പെടുക എന്നതിലല്ല കാര്യം, നിന്നെ ഒരാൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്നതിലാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. മാത്രമല്ല പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സാമീപ്യം കിട്ടാനും സൽസ്വഭാവം എന്നത് വലിയ കാരണമാണ്. ഇത് രണ്ടും ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആദരവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, അവിടുത്തെ സാമീപ്യം, അത് ഏതൊരാളും കൊതിക്കുന്ന കാര്യമാണ്. അതിന് സ്വഭാവം നന്നാക്കുക എന്നതാണ് പ്രതിവിധി. നോക്കൂ, നമ്മൾ പലരും മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമ്മുടെ സ്വഭാവത്തിൻ്റെ കാര്യം ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കണം. നല്ല സ്വഭാവം എന്നത് ഈ ദീനിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. നമ്മളീ പഠിച്ച ദീൻ, അഖീദ, തൗഹീദ്, സുന്നത്ത്, അത് മറ്റുള്ളവർ കാണുമ്പോൾ ആകർഷിക്കാനും അവർക്കതിനോട് താല്പര്യം തോന്നാനും കാരണമാവുക അത് ഉൾക്കൊണ്ട ആളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാളുടെ അഖീദ ശരിയാണ്, ഒരാളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, സ്വഭാവം അടുപ്പിക്കാൻ കൊള്ളുകയില്ല എങ്കിൽ അയാളിൽ നിന്ന് ആളുകൾ അകന്നുപോകും. അപ്പം എന്താണ് അതിൻ്റെ അനന്തരഫലം? ഈ തൗഹീദും സുന്നത്തും സത്യവും ആളുകൾ സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഓ നബിയെ, അള്ളാഹുവിൻ്റെ കാരുണ്യമൊന്നുകൊണ്ടാണ് അങ്ങ് അവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നത്, അവരോട് എളിമയിൽ പെരുമാറുന്നത്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക്. താങ്കളെങ്ങാനും കഠിന ഹൃദയനും പരുഷ സ്വഭാവക്കാരനുമാണെങ്കിൽ താങ്കളുടെ ചുറ്റുനിന്നും അവർ ഓടി അകലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതൽ പലപ്പോഴും കേട്ട കാര്യമായിരിക്കും, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ്? റബ്ബിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇതുപോലെയുള്ള ശ്രേഷ്ഠതകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല. അദി ഇബ്നു ഹാത്തിം അത്താഇ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാത്തിം അത്തായിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. നമ്മുടെ സ്വഭാവം അള്ളാഹുവിന് വേണ്ടിയാണ് നാം നന്നാക്കേണ്ടത് എന്നത് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അദി ഇബ്നു ഹാത്തിം അത്താഇ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഹാത്തിം അത്താഇ അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം, സൽസ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ആ വ്യക്തി അയാൾ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അഥവാ സൽസ്വഭാവത്തിൻ്റെ അങ്ങേയറ്റമാണ് അദ്ദേഹം. നല്ല സ്വഭാവമുള്ള ആളായിരുന്നു, വളരെ ഉദാരശീലനായിരുന്നു. ഒരിക്കൽ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിതാവിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ സൽസ്വഭാവം, അദ്ദേഹത്തിൻ്റെ ഉദാരത നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബാക അറാദ അംറൻ ഫഅദ്റകഹു. തീർച്ചയായും നിന്റെ ഉപ്പ ഉദ്ദേശിച്ച കാര്യം ലഭിക്കുകയുണ്ടായി. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അയാൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അയാളുടെ മനസ്സിലുള്ള നിയത്ത് പ്രശസ്തിയായിരുന്നു. ആ പ്രശസ്തി ദുനിയാവിൽ അയാൾക്ക് കിട്ടി. ഹാത്തിം അത്തായിയുടെ ഉദാരത, സൽസ്വഭാവം എന്ന് പിന്നീട് കാലങ്ങളോളം പറയപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് പരലോകത്ത് അയാൾക്ക് ഒരു ഉപകാരവും ലഭിക്കാനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സാന്ദർഭികമായി
പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ചതായി കാണാം. നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ടത് റബ്ബിൻ്റെ വജഹ് ഉദ്ദേശിച്ചാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ സൽസ്വഭാവികളായിരിക്കണം. വീട്ടിലൊരു സ്വഭാവവും പുറത്തൊരു സ്വഭാവവും അല്ല. അതല്ലെങ്കിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്ത സ്വഭാവങ്ങൾ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിശുദ്ധ ദീനിൻ്റെ താല്പര്യമായ സൽസ്വഭാവമായിരിക്കണം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അയാൾ ജാഹിലിയത്തിൽ കുടുംബബന്ധം ചേർക്കുമായിരുന്നു, അതുപോലെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് വലിയ ഉദാരത ചെയ്യുന്ന ആളായിരുന്നു. അത് ഉപകാരപ്പെടുമോ എന്ന് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻഫഉഹു, അയാൾക്കത് ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. അയാൾ ഒരു ദിവസം പോലും ഒരിക്കൽ പോലും ജീവിതത്തിൽ അല്ലാഹുവേ എനിക്കെൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കൂ, സൽസ്വഭാവം എന്നത് മുഅ്മിനായിക്കൊണ്ട് റബ്ബിനു വേണ്ടി ചെയ്താൽ മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും അവിടുത്തോടുള്ള സാമീപ്യവും ലഭിക്കാൻ സ്വഭാവം നന്നാക്കുക എന്നത് വലിയ കാര്യമാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുക തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, അള്ളാഹുവിലുള്ള സൂക്ഷ്മതയും സൽസ്വഭാവവും കാരണത്താലാണ്. നോക്കൂ, തഖ്വയും സൽസ്വഭാവവും ചേർത്ത് പറഞ്ഞു. രണ്ടിനും പ്രാധാന്യമുണ്ട്. തഖ്വ ഉണ്ട്, ഒരാളുടെ സ്വഭാവം ശരിയല്ല എങ്കിൽ അത് പ്രശ്നമാണ്. ഒരാളുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്, പക്ഷേ തഖ്വയില്ല, ദീനില്ല, തൗഹീദില്ല എങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിലെ അടുത്ത ഭാഗമാണ് നമ്മുടെ വിഷയത്തിൻ്റെ തെളിവ്. വ ഇന്ന അബ്ഗലകും ഇലയ്യ വ അബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. തീർച്ചയായും എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ളയാൾ, ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും അകലം പാലിക്കുന്ന ആൾ അസ്സർസാറൂൻ. അസ്സർസാറൂൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി സംസാരിക്കുന്ന ആളെന്നാണ്. സർസറ അല്ലേ, സൊറ പറയാന്ന് കേട്ടിട്ടില്ലേ? സൊറ പറയാന്നുള്ളത് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതാണ് സർസാറൂൻ. അങ്ങനെയുള്ള ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ല എന്നാണ്. അൽ മുതശദ്ദിഖൂൻ, അൽ മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ധാരാളമായി സംസാരിക്കും, ഹലാല് ഹറാമു നോക്കാതെ ജനങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തി സംസാരിക്കുന്ന വ്യക്തിയാണ് അൽ മുതശദ്ദിഖൂൻ. അൽ മുതഫൈഹിഖൂൻ, അൽ മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ അനാവശ്യമായി സംസാരിക്കുക, കൂടെയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ. അൽ മുതഫൈഹിഖൂൻ എന്ന വാക്കിനെ മറ്റു ചില റിവായത്തിൽ കാണാം അൽ മുതകബ്ബിറൂൻ, അഹങ്കാരികൾ, അഹങ്കാരത്തോടുകൂടി സംസാരിക്കുക, താൻ പോരിമയോടുകൂടി ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന രൂപത്തിൽ അഹങ്കാരത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. സംസാരം കേട്ടാൽ തന്നെ തിരിയും, പൊങ്ങച്ചത്തിൽ സംസാരിക്കുക. അങ്ങനെയുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ല, അവരോട് വെറുപ്പാണ്. അതുപോലെ ഖിയാമത്ത് നാളിൽ അവിടുത്തെ സാമീപ്യം ലഭിക്കുകയുമില്ല. ഈ ഭാഗമാണ് നമ്മുടെ അധ്യായവുമായി തലക്കെട്ടുമായി ബന്ധമുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിൽ വന്ന 3 വിശേഷണവും സംസാരവുമായി ബന്ധപ്പെട്ടാണ്. അസ്സർസാറൂൻ, അസ്സർസാർ ധാരാളമായി സംസാരിക്കുക, അത് ശരിയല്ല. മുന്നേ സൂചിപ്പിച്ചതുപോലെ സംസാരം വർദ്ധിപ്പിക്കാൻ പാടുള്ളതല്ല, ഒരുപാട് സംസാരിക്കുക എന്നത് ശരിയല്ല. അതുപോലെ തന്നെ ആളുകളുടെ മേൽ കടന്നുകയറ്റം നടത്തുന്ന രൂപത്തിലുള്ള സംസാരം, വായി നിറച്ചും സംസാരിക്കുക, പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണം നൽകിയിട്ടുണ്ട്. അൽ മുതശദ്ദിഖൂൻ എന്ന വാക്കിനെ സംസാര വൈഭവം കൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നവൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി സംസാരിക്കുക, ഹലാല് ഹറാമു നോക്കാതെ സംസാരിക്കുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. ഏതായിരുന്നാലും ഈ പറഞ്ഞതൊക്കെ നമ്മുടെ നാവുകളിൽ ഉണ്ടാകുന്ന സംസാരത്തിൽ സംഭവിക്കുന്ന വൻപാപമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഷെയ്ഖ് റഹിമഹുല്ല 16-ാമത്തെ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ. അടുത്ത അധ്യായം 17-ാമത്തെ അധ്യായം അദ്ദേഹം പറഞ്ഞു, ബാബുൻ അത്തശദ്ദുഖു വതകല്ലുഫുൽ ഫസാഹ.
അത്തശദ്ദുഖു എന്ന് പറഞ്ഞാൽ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു, ധാരാളം സംസാരിക്കുക, സംസാരം ശ്രദ്ധിക്കാതെ സൂക്ഷ്മതയില്ലാതെ ഒരുപാട് സംസാരിക്കുക എന്നത്. തകല്ലുഫുൽ ഫസാഹ, തകല്ലുഫുൽ ഫസാഹ എന്ന് പറഞ്ഞാൽ സംസാര വൈഭവം കാണിക്കാൻ ഭാഷയുടെ ഭംഗിയും അതിൻ്റെ സാഹിത്യവും അഭിനയിക്കുക, ഉണ്ടാക്കി സംസാരിക്കുക. നല്ല ഭാഷാ ശൈലിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെ ആളുകളെ അത് മുഖേന വഞ്ചിക്കാൻ, ഇയാളുടെ വലാലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുക. അത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ്. മാത്രമല്ല ഈ ഒരു സ്വഭാവം മുനാഫിഖുകളുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ലാ ആ ഭാഗത്ത് ആദ്യമായി സൂറത്തുൽ മുനാഫിഖൂനിലെ 4-ാമത്തെ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഅ് ലിഖൗലിഹിം അൽ ആയ. വഇദാ റഅയ്തഹും, നബിയെ താങ്കൾ അവരെ കണ്ടാൽ, അഥവാ മുനാഫിഖുകളെ താങ്കൾ കണ്ടാൽ, തുഅജിബുക അജ്സാമുഹും, അവരുടെ ശരീരഭംഗി താങ്കളെ അത്ഭുതപ്പെടുത്തിയേക്കാം. വഇൻ യഖൂലു തസ്മഅ് ലിഖൗലിഹിം, അവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാര വൈഭവം, ആ സംസാരങ്ങൾക്ക് കാതുകൊടുക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചേക്കാം. നോക്കൂ, ഷെയ്ഖ് റഹിമഹുല്ലാ ഈ ഭാഗത്ത് കൊടുത്ത ആയത്താണിത്. സംസാരത്തിൽ ഹലാല് ഹറാമു ശ്രദ്ധിക്കാതെ, വാക്കുകൾ സൂക്ഷിക്കാതെ ധാരാളമായി സംസാരിക്കുക എന്നതും, സംസാരിക്കുമ്പോൾ ഭാഷാശുദ്ധി ഉണ്ടാക്കുക, അഭിനയിക്കുക എന്നതും വൻപാപങ്ങളിൽ പെട്ടതാണ്. മുനാഫിഖുകളുടെ വിശേഷണമായി കൊണ്ട് അള്ളാഹു പറഞ്ഞത് ഈ വിശേഷണമാണ്. ഈ കാര്യം മുനാഫിഖുകളുടെ വിശേഷണമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള സംസാരം കൊണ്ട് അവർ തങ്ങളുടെ നിഫാഖിലേക്ക്, തങ്ങളുടെ വഴികേടിലേക്ക് ആളുകളെ കൊണ്ടുപോകും. നോക്കൂ, അതുകൊണ്ടാണ് മറ്റൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫു മാ അഖാഫു അലാ ഉമ്മതി കുല്ലു മുനാഫിഖിൻ അലീമിൻ ലിസാൻ. തീർച്ചയായും ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ഭയപ്പെടുന്നു, സംസാര വൈഭവമുള്ള, നല്ല സംസാര വൈഭവമുള്ള എല്ലാ മുനാഫിഖുകളെയും എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു. കാരണം എന്താ? വാക്കുകൾ കൊണ്ട്, ആ വാക്കുകളിലെ ഭംഗി കൊണ്ട് ജനങ്ങളെ വഴികേടിലേക്കാണ് അവർ നയിക്കുക. അവരുടെ പുറമേക്ക് അവരുടെ ശരീരഭംഗിയും അതുപോലെ ഉള്ളതും ഒരുപക്ഷെ നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം. പുറമേക്കുള്ള രൂപങ്ങൾ, അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ആ ഊർജവും സംസാര ഭംഗിയും സംസാര വൈഭവവും ഒക്കെ അവരെന്തിനാണ് ഉപയോഗിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനിനെ പൊളിക്കാൻ, ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കാൻ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യം വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ അറിയിക്കുന്നത്. അത് മുനാഫിഖുകളുടെ വിശേഷണമായി കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ ചില ഹദീസുകൾ ഷെയ്ഖ് റഹിമഹുല്ലാ എടുത്തു കൊടുക്കുന്നുണ്ട്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു, ഇന്ന മിനൽ ബയാനി ലസിഹ്റൻ, റവാഹുൽ ബുഖാരി. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണിത്. ഇന്ന മിനൽ ബയാൻ, തീർച്ചയായും സംസാരങ്ങളിൽ ചിലത് ലസിഹ്റൻ, സിഹറാകുന്നു, അഥവാ ആളുകളെ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള സംസാരമാകുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ സംസാരവും എന്നല്ല, മറിച്ച് ഇന്ന മിനൽ ബയാൻ, സംസാരങ്ങളിൽ ചിലത് എന്താണ്? ലസിഹ്റൻ. നമുക്കറിയാം, സിഹർ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഹൃദയങ്ങൾക്ക്, ജനങ്ങളുടെ കണ്ണുകൾക്ക് അതിൻ്റെ സ്വാധീനം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകും. അതുകൊണ്ട് ആളുകളെ അടുപ്പിക്കാനും അകറ്റാനും അങ്ങനെയുള്ള സാഹിറന്മാർ പണിയെടുക്കുന്നു. സംസാരം കൊണ്ട് ഇതുപോലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ചില സംസാരങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ്. അഥവാ സംസാരത്തിൽ ഭാഷാ വൈഭവം കലർത്തി തങ്ങളുടെ
ബാത്തിലിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയകൾ വർദ്ധിച്ച കാലഘട്ടത്തിൽ നമുക്ക് കാണാം, നല്ല സംസാര വൈഭവമായിരിക്കും, നല്ല ഭാഷാശുദ്ധിയായിരിക്കും, ആളുകൾ കേട്ടിരുന്നു പോകും, മണിക്കൂറുകളോളം കേട്ടിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഇവൻ പറയുന്നത്? ദീനിനെ പൊളിക്കുന്ന കാര്യമായിരിക്കും. നല്ല മലയാളത്തിലും അതുപോലെയുള്ള മറ്റു ഭാഷകളിലും ഇതൊക്കെ കലർത്തിയിട്ട് സംസാരിക്കുന്ന എന്താണ്? പരിശുദ്ധ ദീനിനെ പൊളിക്കുന്ന, ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ വേറെ ചില പുരോഹിതന്മാരെ നമുക്ക് കാണാം, നല്ല നീട്ടി ഭാഷാശുദ്ധിയോടുകൂടി സംസാരിക്കും. ഇങ്ങനെയുള്ള നീട്ടൽ കൊണ്ടും ഭാഷാശുദ്ധി കൊണ്ടും അതിനിടയിൽ ഇംഗ്ലീഷ് കലർത്തിക്കൊണ്ടും പറയുന്ന എന്താണ്? തനിച്ച ഖുറാഫാത്താണ്. ജനങ്ങളെ ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും നയിക്കുന്നത് ഇതുപോലെയുള്ള സംസാരം കൊണ്ടാണ്. അപ്പം അത് ജനങ്ങളുടെ ഹൃദയങ്ങൾക്ക് സിഹർ ബാധിച്ചതുപോലെ ആയിരിക്കും, ഹക്കും ബാത്തിലും മനസ്സിലാവുകയില്ല. എന്തൊരു ഭംഗിയാണ് കേൾക്കാൻ, എത്ര മനോഹരമായിട്ടാണ് പ്രസംഗിക്കുന്നത് എന്ന് ആളുകൾ ചിലപ്പോൾ പറയും. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സംസാരത്തിൽ അങ്ങനെയുള്ള ചില സംസാരമുണ്ട്. ഒരാൾ നല്ല ഭാഷ ഉപയോഗിക്കുക, നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നത് സ്തുത്യർഹമാകുന്നത് എപ്പോഴാണ്? അതുകൊണ്ട് ദീനിന് ഉപകാരം ലഭിക്കുമ്പോഴാണ്. ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇവിടെ ആക്ഷേപിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഇതുപോലെയുള്ള സംസാര വൈഭവം കൊണ്ട്, ഭാഷാശുദ്ധി അഭിനയിച്ചുകൊണ്ട് ജനങ്ങളെ വഴികേടിലേക്ക് ക്ഷണിക്കുക എന്നതാണ്, ആളുകളെ പറ്റിക്കുക എന്നതാണ്. ജനങ്ങളിത് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? കരഞ്ഞോണ്ടും അതുപോലെ കണ്ണുനീര് തുടച്ചിട്ടൊക്കെ സംസാരിക്കുന്ന പുരോഹിതന്മാരുണ്ട്. മണിക്കൂറുകളോളം സംസാരിക്കും. സംസാരത്തിൻ്റെ ആകത്തുക എടുത്തു നോക്കിയാൽ എന്തായിരിക്കും? അള്ളാഹുവിലേക്കാണോ ക്ഷണിക്കുക? അല്ല. കുറേ ജാറങ്ങളിലെ മഹാന്മാരാണെന്ന് പറയുന്ന ആളുകളെക്കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ അളമത്തും മഹത്വവും അല്ല പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെയോ ഇല്ലാത്ത കുറേ കള്ളക്കറാമത്തുകളായിരിക്കും. എന്നിട്ട് അവസാനം കുറേ തേനും വിറ്റ് ജനങ്ങളെ ആത്മീയതയും സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ട് തിരിച്ചു പോകും. അപ്പം കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും എന്തൊരു ഭംഗിയിലാണ് ഈ പ്രസംഗം, ആളുകൾ കേട്ടിരുന്നു പോകും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ ഇബ്നു അംറിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുബ്ഗിദുൽ ബലീഗ മിനർ റിജാൽ അല്ലദീ യതഖല്ലലു ബിലിസാനിഹി കമാ തതഖല്ലലുൽ ബഖറതു ഹസനഹു തിർമിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കും അൽ ബലീഗ മിനർ റിജാൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ ബലീഗിനെ, ബലീഗ് എന്ന് പറഞ്ഞാൽ സംസാര വൈഭവത്തിൽ അതിരുവിട്ടവൻ, അഥവാ ഭാഷാശുദ്ധി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഭാഷയുടെ മനോഹാരിതയും അതിൻ്റെ ഭംഗിയും അതിലെ നിയമങ്ങളും ഇതിൻ്റെയൊക്കെ വിഷയത്തിൽ പരിധി വിട്ടുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്തിരിക്കുന്നു. അല്ലദീ, അവരെങ്ങനെയുള്ളവരാണ്? യതഖല്ലലു ബിലിസാനിഹി, അവരുടെ നാവ് എപ്പോഴും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും, ചലിപ്പിച്ചുകൊണ്ടിരിക്കും. കമാ തതഖല്ലലുൽ ബഖറ, പശു ചലിപ്പിക്കുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചില ആളുകളുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അവർ വായ നിറച്ചും സംസാരിക്കും എന്ന് പറഞ്ഞാൽ നാവും ഈ പല്ലുകളും അതിൻ്റെ ഒക്കെ ഇടയിൽ എന്തായിരിക്കും? ഭാഷാശുദ്ധിയും സംസാര വൈഭവവും ഭാഷയുടെ നിയമങ്ങളൊക്കെ കൊണ്ട് നിറച്ചിട്ടായിരിക്കും സംസാരിക്കുക. പശുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ പശു നമുക്കറിയാം, അതിങ്ങനെ നാവിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാൽക്കാലികൾ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ നാവിങ്ങനെ ചലിപ്പിച്ചുകൊണ്ട്, നാവ് വായ നിറച്ചും സംസാരിക്കുക എന്ന രീതിയാണ്. അഥവാ ഭാഷ ശുദ്ധിയിൽ പരിധി വിടുക. ഒരാൾ ഭാഷ പഠിക്കുക, നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതിൽ അതിര് കവിഞ്ഞുകൊണ്ട്, അതിൽ പരിധി വിട്ടുകൊണ്ട്, കേവലം ഭാഷാശുദ്ധി മാത്രം പരിഗണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ വലാലത്തിലേക്ക്, വഴികേടിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത് ആക്ഷേപാർഹമാണ്. ഇതൊക്കെ പറഞ്ഞെന്തിനാണ് സഹോദരങ്ങളെ?
ഇങ്ങനെ ആളുകൾ ഭാഷാശുദ്ധിയും സംസാര വൈഭവവും ഉപയോഗിക്കുന്നത് മിക്ക സമയത്തും എന്തിനാണ്? ദലാലത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ വഴികേടിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ അതിന് ഒരുപാട് ഉദാഹരണമുണ്ട്. വർഷങ്ങളോളം കിതാബ് ഓതിയിട്ടുള്ള, ഭാഷ പഠിച്ചിട്ടുള്ള, നഹ്വും സർഫും ഭാഷാ നിയമങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ആ ഭാഷാ വൈഭവവും അവരുടെ ആ ഭാഷാപരമായ അറിവും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദലാലത്തിന് വേണ്ടിയിട്ടാണ്. കിതാബിൽ തിരുമറി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും കിതാബിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് കിട്ടോ എന്നാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭാഷാ വൈഭവവും സംസാര വൈഭവവും ഇങ്ങനെയുള്ള വൈജ്ഞാനികമായ കാര്യവും തൗഹീദിനു വേണ്ടി സുന്നത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനെ ഭാഷാപരമായ നിയമങ്ങൾ ഒരുപാട് കാലം പഠിക്കുക എന്നത് നല്ല കാര്യമാണ്. മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. അങ്ങനെയുള്ള ബലീഗ്, അങ്ങനെയുള്ള സാഹിത്യത്തിൽ, ഭാഷാ വൈഭവത്തിൽ, സംസാര വൈഭവത്തിൽ പരിധി വിട്ട ആളുകളെ അള്ളാഹു അവരോട് കോപിക്കുമെന്നാണ്. തങ്ങളുടെ ദലാലത്തിലേക്ക് ക്ഷണിക്കുന്ന, ഇതുപോലെ പശു നാവ് ചലിപ്പിക്കുന്നത് പോലെ ചലിപ്പിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾ ഈ ഭാഷാ വൈഭവവും സംസാര ശൈലിയും ഭാഷയിലെ ഇതുപോലെയുള്ള നിയമങ്ങളും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് കാലം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇതുപോലെയുള്ള ദലാലത്തിന് വേണ്ടിയും തങ്ങൾ ഭാഷാ പണ്ഡിതന്മാരാണ്, അങ്ങനെ ഭാഷാ പണ്ഡിതന്മാരായി അറിയപ്പെടാനും വേണ്ടി അങ്ങനെ സംസാരിക്കുന്നവരും സമൂഹത്തിലുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു റബ്ബുൽ ആലമീൻ അത്തരം ആളുകളോട് വെറുക്കുമെന്നാണ്. മറ്റൊരു വിശദീകരണം കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പശു നാവ് ചലിപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു. പശു അതല്ലെങ്കിൽ അതുപോലെയുള്ള നാൽക്കാലികൾ അവരുടെ മുന്നിൽ വെച്ചു കൊടുത്ത ഭക്ഷണം, അതല്ലെങ്കിൽ അവരെ മേയാൻ വിട്ടാൽ അവർ അങ്ങനെ എല്ലാം ഭക്ഷിക്കും. അതിർവരമ്പുകൾ അവർ പരിഗണിക്കുകയില്ല അതിൻ്റെ ഉള്ളിലാക്കിയിട്ടില്ലെങ്കിൽ. എന്നതുപോലെയാണ് ഈ ആളുകൾ. അവരുടെ നാവിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഹലാലാണോ ഹറാമാണോ, പറയാൻ പറ്റുമോ പറയാൻ പറ്റാത്തതാണോ എന്നത് പരിഗണിക്കാതെ നാവിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഇതുപോലെ തങ്ങളുടെ ഭാഷാശുദ്ധി കൊണ്ടും ഭാഷാ വൈഭവം കൊണ്ടും ഭാഷയിലെ അവരുടെ നിപുണത കൊണ്ടും ഇതിങ്ങനെ സംസാരിച്ച് ജനങ്ങളെ വഞ്ചിക്കും എന്നതാണ് അവിടെ ഉദ്ദേശം. സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വഅൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മൻ തഅല്ലമ സർഫൽ കലാമി ലിയസ്രിഫ ബിഹി ഖുലൂബർ റിജാലി ഔൻ നാസി ലം യഖ്ബലില്ലാഹു മിൻഹു യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ലൻ. റവാഹു അബൂ ദാവൂദ്. ആരെങ്കിലും സർഫുൽ കലാം പഠിച്ചാൽ, അഥവാ ഭാഷയുടെ നിയമങ്ങൾ, ഭാഷ ഭംഗിയാക്കുന്ന അതുപോലെയുള്ള നിയമങ്ങൾ പഠിച്ചാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ പഠിച്ചത്? ലിയസ്രിഫ ബിഹി ഖുലൂബർ റിജാലി അവിന്നാസ്, ആളുകളുടെ ജനങ്ങളുടെ ഹൃദയങ്ങൾ തന്നിലേക്ക് തിരിക്കാൻ. ലം യഖ്ബലില്ലാഹു മിൻഹു യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ല, അങ്ങനെയുള്ള ഒരുവനിൽ നിന്നും ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഫർളായതോ സുന്നത്തായതോ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയില്ല. ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. ഒരാൾ ഭാഷാ നിയമങ്ങൾ പഠിച്ചു, സർഫ് പഠിച്ചു, നഹ്വ് പഠിച്ചു, അതുപോലെയുള്ള സംസാരം ഭംഗിയാക്കാനുള്ള അങ്ങനെയുള്ള ഒരുപാട് ഉലൂമുകളുണ്ട്, വിജ്ഞാനങ്ങളുണ്ട്, അത് പഠിച്ചു. പക്ഷെ പഠിച്ചെന്തിനാണ്? അയാൾ ബലീഗാണെന്ന് പറയാൻ, നല്ല ഭാഷാ വൈഭവമുള്ളവനാണ് എന്ന് പറയപ്പെടാൻ. അതല്ലെങ്കിൽ എന്താണ് അയാളുടെ ഒരു സംസാരം, എന്താണ് അയാളുടെ ഒരു ഭാഷാശുദ്ധി, ഇങ്ങനെ പറയാൻ വേണ്ടി, പറയപ്പെടാൻ വേണ്ടിയാണ് ഒരാളത് പഠിച്ചത് എങ്കിൽ ഖിയാമത്ത് നാളിൽ അയാളുടെ ഫർളോ സുന്നത്തോ ആയ ഒരു ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ നോക്കൂ, സംസാരം നന്നാക്കുക, നല്ല ഭാഷാശുദ്ധിയോട് സംസാരിക്കുക എന്നത് നല്ല കാര്യമാണ്. പക്ഷെ നിയത്ത് മാറിപ്പോയാൽ, കേവലം ഭാഷ പഠിക്കുക, താൻ ഭാഷാ പണ്ഡിതനാണ് എന്നറിയപ്പെടുക എന്നതാണ് ഒരാളുടെ ഉദ്ദേശമെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ്. മറ്റൊരു ഹദീസ്, ആ അധ്യായത്തിലെ അവസാനത്തെ
ഹദീസ് വലി അഹ്മദ അൻ മുആവിയ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസാണിത്. മുആവിയ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന യുശഖിഖൂനൽ കലാമ തശ്ഖീഖ അശ്ശിഅരി. സംസാരത്തെ കവിത പോലെ പ്രാസമൊപ്പിച്ച് സംസാരിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. സംസാരം അഥവാ സാധാരണ സംസാരിക്കുന്ന സംസാരം അതൊരാൾ നേരത്തെ നമ്മൾ വായിച്ച ഹദീസുകളിലൊക്കെ വന്ന ആശയം തന്നെയാണ്. ഭാഷാശുദ്ധി അഭിനയിക്കുക, അതല്ലെങ്കിൽ ഭാഷാ വൈഭവം അഭിനയിച്ചുകൊണ്ട് പ്രാസമൊപ്പിച്ച് സംസാരിക്കുക, പാട്ട് പോലെ കവിത പോലെ. അങ്ങനെ ഒരാൾ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഅനത്ത് അയാളുടെ മേലുണ്ട് എന്നാണ് അറിയിക്കുന്നത്. സഹോദരങ്ങളെ നോക്കൂ, സംസാരം ഇതുപോലെയുള്ള നല്ല ഭാഷാ വൈഭവത്തോടെ ഭാഷാ നിപുണതയോടെ സംസാരിക്കുക എന്നത് ദീനിനെ സഹായിക്കാനാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതല്ലാത്ത ഏത് രൂപത്തിലാണെങ്കിലും അത് ഈ പറഞ്ഞ വൻപാപങ്ങളിൽ വരും. ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം ഇതിൻ്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഭാഷാ നിയമങ്ങൾ പഠിക്കുക അള്ളാഹുവിനുള്ള ഇബാദത്തായിക്കൊണ്ടാണ്, റബ്ബിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ നഹവും സർഫും ബലാഗയും അതുപോലെയുള്ള അറബി ഭാഷാ നിയമങ്ങളൊക്കെ പഠിക്കുന്ന എന്തിനായിരിക്കണം? ദീനിനെ സേവിക്കാൻ വേണ്ടിയായിരിക്കണം, ദീനിന് ഖിദ്മത്ത് ചെയ്യാനായിരിക്കണം. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ സംസാര വൈഭവം കൊണ്ട് ആളുകളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ വേണ്ടിയല്ല, ആളുകളെ വലാലത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാവരുത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രീതി കൊണ്ട് താൻ ഭാഷാ പണ്ഡിതനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടി ആവരുത്. ഇത്തരം വിജ്ഞാനങ്ങൾക്ക് പണ്ഡിതന്മാർ പറഞ്ഞത് ഉലൂമുൽ ആലത്ത് എന്നാണ്. ദീൻ പഠിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ഖുർആനും സുന്നത്തും വായിച്ചു മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഉപകരണമാണെന്ത്? നഹവും സർഫും അറബി ഭാഷാ നിയമങ്ങളൊക്കെ. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും തെറ്റിപ്പോവരുത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം സംസാര രീതി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരം ഭംഗിയാക്കുമ്പോഴും അതുപോലെ സംസാരത്തിൻ്റെ ഭാഷയുടെ നിയമങ്ങളൊക്കെ പഠിക്കുമ്പോഴും നമ്മുടെ ഉദ്ദേശം നന്നായിരിക്കണം, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം മാറിപ്പോവരുത് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.